വിഷ്ണു, ഒരു ഉഗ്രം വണ്ടി ഒന്ന് ചാടിയിട്ടുണ്ട്. ഔഡി A6. ഓ, ഒരു ഡോക്ടറിൻ്റെതാ. വെറും 8000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. എന്താ നോക്കുന്നോ? നോ മാൻ, സെക്കൻഡ് ഹാൻഡ് എന്ന് കേൾക്കുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. യു നോ വൈ? ആരും ഉപയോഗിച്ചതും ഞാൻ ഉപയോഗിച്ചത് ആരെങ്കിലും ഉപയോഗിക്കുന്നതും എനിക്കിഷ്ടമല്ല. അതിപ്പോ കാറായാലും ഇതാ എൻ്റെ പെണ്ണായാലും. ഹലോ, ആടാ പറയേ. സീരിയസ്ലി? അപ്പൊ നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഞാൻ പെട്ടെന്ന് തരാം. എന്താടാ? എടാ, ഒരു ഭയങ്കര ഹാപ്പി ന്യൂസ് ഉണ്ട്. നിമി ഈസ് പ്രഗ്നന്റ്. ഗ്രേറ്റ് ഡൂഡ്. അല്ല, ഇത്രയും കാലം നിങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നത് നിന്റെ പ്രോബ്ലം കൊണ്ടാണെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്നിട്ടും നിമി പ്രഗ്നന്റ് ആയല്ലോ. മിറാക്കിൾ തന്നെ. ബോഡി ഈസ് ഗ്രേറ്റ്. ഹലോ, അപ്പൊ ശരി, ഓക്കെ. ഇതെന്ത് പറ്റി? വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഏയ് സോറി. അന്നു മുതൽ വിഷ്ണുവേട്ടൻ മറ്റൊരാളായി മാറുകയായിരുന്നു. മനസ്സിൽ സംശയത്തിന്റെ കെട്ടുകഥകളും ചിന്തകളും മാത്രമായി ജീവിക്കുന്ന മറ്റൊരാൾ. നിമി, ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. എന്താ വിഷ്ണുവേട്ടാ? ഹേയ്, നത്തിങ്. കുഞ്ഞെ, സാരില്ലാത്ത നേരം നോക്കി ഇവിടെ ഏതെങ്കിലും ആണുങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ ആ സെക്യൂരിറ്റിയോട് പറയുന്നത് കേട്ടു. ഇത് പുറത്തു പറയാതിരിക്കാൻ അങ്ങേർക്ക് കുറെ കാശും കൊടുത്തു. എന്നാൽ ഇന്ന് വയറ് നിറഞ്ഞു. സസ്പെൻസ് കാണാ വിഷ്ണുവേട്ടാ. എന്തിനായിരുന്നു ട്രീറ്റ്? പറയാം. നിമിയ ഡാഷ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യും. അതിനുള്ളിലൊരു വൈറ്റ് കവർ ഉണ്ട്, അതെടുക്ക്. എന്താ അത്? നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ എല്ലാവർക്കും അന്ന് നമ്മൾ ട്രീറ്റ് നൽകി. നമ്മൾ ഒന്നായതിൻ്റെ ട്രീറ്റ്. ഇന്ന് നമ്മൾ പിരിയുന്നതും അതുപോലൊരു ട്രീറ്റിലൂടെ ആവാമെന്ന് കരുതി. നൗ ഇറ്റ്സ് 8:30. 10:30 ഫ്ലൈറ്റിൽ ഞാൻ ബാംഗ്ലൂർക്ക് പോവാണ്. ദാറ്റ് മീൻസ് ടുഡേ ഈസ് അവർ ലാസ്റ്റ് ഡേ. ഇനി മുതൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടും ഫ്ലാറ്റും കാറും ഒന്നും നിനക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. വിഷ്ണുവേട്ടാ, പ്ലീസ്. വിഷ്ണുവേട്ടാ, ഇത് ഞാനാ. എനിക്ക് നിന്നെ അർജന്റായി കാണണം. ഇപ്പൊ തോന്നുന്നു തന്നെ വീണ്ടും കാണണ്ടായിരുന്നു. പിരിയാൻ വേണ്ടി ഒന്നായവരാ ഞാനും വിഷ്ണുവേട്ടനും. നമുക്കൊരു വാക്കിന് പോയാലോ? ഇപ്പോഴോ? മഴ തോർന്നിട്ടില്ല.
ഈ സമയത്തല്ലേ വാക്കിന് പോണ്ടത്. ചിരിച്ചോ, പക്ഷെ കരഞ്ഞോണ്ട് ചിരിക്കരുത്. അത് ഈ മുഖത്തിന് ചേരുന്നതല്ല. അമ്മയുടെ നാട്ടിലേക്ക് പോകാനാ പ്ലാൻ ഇട്ടത്. പക്ഷെ ഇത് ഒത്തിരി ദൂരെയാ. ഇവിടെ കുറച്ചകലെ എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ഇന്നിനി അവിടെ സ്റ്റേ ചെയ്യാം. എക്സ്ക്യൂസ് മീ, മേപ്പുറത്ത് ജംഗ്ഷനിൽ പോണം. എവിടെ? മേപ്പുറത്ത് ജംഗ്ഷനിൽ. അപ്പൊ ശരി, ബൈ. ഓക്കെ, ബൈ. ഞാൻ കൂടെ വരാം. നിമ്മി ഡ്രോപ്പ് ചെയ്യാം. അല്ല കുഴപ്പമില്ല, ഞാൻ വരാം. വേണ്ട, ഞാൻ പോയിക്കോളാം. പറയുന്ന കേൾക്ക്. കണ്ണൻ കണ്ണേ പൊന്നൻ പൊന്നേ വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഹലോ, നീ എവിടെയാ? ഓക്കെ, ശരി, ബൈ. അവളൊരു കല്യാണത്തിന് ഗുരുവായൂർ പോയിരിക്കുക. ഞാൻ വിളിച്ചിട്ട് വരേണ്ടതായിരുന്നു. ചേട്ടാ, ഇവിടെ അടുത്ത് താമസിക്കാൻ പറ്റിയ ഹോട്ടൽ വല്ലതും ഉണ്ടോ? ഇതൊരു പട്ടിക്കാട് ഏരിയ. ഇവിടെ അടുത്ത് ഒരു ഹോം സ്റ്റേ ഉണ്ട്. ആ, അത് മതി. ഇന്ന് തൽക്കാലം റൂം എടുക്കാം. ബി പ്രാക്ടിക്കൽ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ അതും ഈ നേരത്ത്? ഹലോ ആൻ, ഞാനിന്ന് വരാൻ വൈകും. നീ കിടന്നോ? ഞാനൊന്ന് തൃശ്ശൂർ വരെ പോവാ. ഹെഡ് ഓഫീസിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഭക്ഷണം കഴിച്ചോ? ആ, ഞാൻ കഴിച്ചോളാം. ഓക്കെ, യു ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ആനിന്റെ അടുത്ത് നുണ പറയണ്ടായിരുന്നു. പിന്നെ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോണം?